Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വേനൽക്കാലത്തും അതേപോലെ തന്നെ നോമ്പിനും കുടിക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വത്തൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ തണ്ണിമത്തൻ. ഇനി അത് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ്. നമ്മൾ കുരു കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പച്ചമുളകാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുണ്ട്. കാരണം വത്തക്കേൻ്റെ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് തണുത്ത വെള്ളം എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ വീണ്ടും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പിന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇത് ഓൾറെഡി വളരെ ട്രെൻഡായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഇതിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലി കളയാനായിട്ട് നല്ല പ്രയാസമായിരിക്കും. കാരണം ചക്കക്കുരു ആകുമ്പം ചെറുതായിട്ട് ഇങ്ങനെ ഊരുന്ന പോലെ ഉണ്ടാവുമല്ലോ, പിടിക്കുന്ന സമയത്ത് വഴുവഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഒരു 5 or 6 വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് ചക്കക്കുരു മാത്രം മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം അതിലോട്ടേക്ക് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചവെള്ളമോ ഒഴിച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി അങ്ങ് കളയാം. അപ്പം കുറച്ചും കൂടി എളുപ്പമായിരിക്കും തൊലി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊലി കളയാതെ ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം തൊലി കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, പെട്ടെന്ന് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഴുവനായിട്ടും മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇടുന്നില്ല. 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് അടിക്കും, അതിനുശേഷമാണ് ബാക്കി ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് നല്ല കട്ട പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് പാലിൻ്റെ പാക്കറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസോ അതല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തണുത്ത വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം എന്നില്ല, കാരണം ഗ്യാസ് ട്രബിൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണിത്. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.